റിപ്ലൈ ശബ്ദമാണ് പറയുക. എനർജി കണക്ട് ആകുന്നുണ്ടോ? ഇപ്പോൾ ആയി വരുന്നു. ഇങ്ങനെ കുറച്ച് നേരം വെച്ചാൽ അത് ഇൻക്രീസ് ആവുന്നുണ്ടോ? അങ്ങനെ ഉണ്ട്. അതേ നിലയിൽ നിൽക്കും. അതേമാതിരി നിൽക്കുന്നു. ശരി, ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ വരുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ബ്രെയിൻ വരെ പോകും. കാരണം എനിക്ക് ബ്രെയിൻ വരെ കണക്റ്റ് ആവുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബ്രെയിനിൽ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ബ്രെയിന് പതുക്കെ എൻ്റെ എനർജി വലിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വലിക്കാൻ തുടങ്ങി എൻ്റെ ബ്രെയിനിൽ അത് ഫീലാകും. മനസ്സിലായില്ലേ? അപ്പോൾ ബ്രെയിനിന് നിങ്ങൾക്ക് നേരത്തെ ഒരു കറുപ്പ് കളർ വന്നത് മാറിയാൽ വീണ്ടും വരുന്നുണ്ടാ? അന്ന് പോയപ്പോൾ ഇനി വീണ്ടും കറുപ്പ് കളർ വരുന്നുണ്ട്. കറുപ്പ് കളർ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇല്ല. അപ്പോൾ നേരത്തെ വന്ന് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എന്നാലും അവിടെ കുറച്ച് എനർജി ഫ്ലോ കുറവ് ഇവിടെ ബ്രെയിനിൽ. അപ്പോൾ കറുപ്പൊന്നുമില്ല. ഇപ്പോൾ ഞാൻ കൈ കാണിക്കുമ്പോൾ നിങ്ങളുടെ ഏത് ദേഹത്തിൽ ഏത് പകുതിയിലാണോ എനർജി കുറവോ ആ പകുതി എനർജിയെ വലിക്കും. അപ്പോൾ എൻ്റെ ഇതിൽ നിങ്ങൾക്ക് ലിവർ വലിക്കുകയാണെങ്കിൽ എൻ്റെ ലിവറിൽ ഇപ്പോൾ മനസ്സിലായ? നിങ്ങളുടെ ലങ്സ് എൻ്റെ എനർജി വലിച്ചാൽ എൻ്റെ ലങ്സിൽ കണക്റ്റ് ആകും. അപ്പോൾ സ്വാമിക്ക് ഇപ്പോൾ എന്താ തോന്നിയത്? നിങ്ങളുടെ ബ്രെയിനിലാണ് ഇത് കുറച്ചുകൂടെ ഇത് ഉണ്ട്. അതൊക്കെ കളർ പോയത് നല്ലതാണ്. പക്ഷേ എന്നാലും ഒരു 10-20% 15% ഉണ്ട്. അത് എനിക്ക് ഇവിടെ ഫീലാവും. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ അവിടെ ഉള്ള എനർജി അത് ഫീലാവും. എനിക്കറിയാം അവിടെ ഉള്ള എത്തിയല്ലോ. ഇതേമാതിരി ഞാൻ ഒരു ആളിൻ്റെ അടുത്ത് എനർജി പാസ് ചെയ്യുമ്പോൾ അവർ കണ്ണ് കാത് മൂക്ക് ഇങ്ങനെ ഒന്ന് അപ്പോൾ അവർക്ക് എന്താന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത് ഡെഫിഷ്യൻസി ആണോ. ഇപ്പം നിങ്ങൾ കൈ ഇങ്ങനെ വയ്ക്കുന്നു, അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്നു, അപ്പോൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കണക്റ്റ് ആകുമ്പോൾ എനർജി കണക്റ്റ് ആകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തലയിൽ കൂടെയാണ് എനിക്ക് വരുന്നത് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഇത് സ്പാർക്ക് ടെക്നിക്ക് ഇത് ഇവിടെ നിന്ന് ഇവിടെ സ്പാർക്കായി അങ്ങനെ പോകുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബ്രെയിനിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ എൻ്റെ ബ്രെയിനിൽ അത് കണക്റ്റ് ആവും. അപ്പോൾ ബ്രെയിനിൽ ഇപ്പോൾ അങ്ങനെ കണക്റ്റ് ആയിരുന്നു നിങ്ങളുടെ ബ്രെയിന് എനർജി ശരിക്കും വലിച്ചെടുക്കുമ്പോൾ എനിക്ക് ഇവിടെ സ്റ്റാപ്പായി നിങ്ങൾക്ക് 100% ആയി എന്നർത്ഥം. ഇപ്പോൾ മനസ്സിലായി. 80% ഇരുന്ന് 20% വലിച്ചെടുത്ത് നോർമൽ എനിക്ക് അപ്പോൾ ഫ്ലോ ഇവിടെ സ്റ്റാപ്പായി അവിടെ ഫുള്ള് എന്നർത്ഥം. അപ്പോൾ അതേസമയം ഒരാൾക്ക് ലങ്സിന് ഇപ്പോൾ പ്രോബ്ലം ഇങ്ങനെ വച്ചിരുന്നാൽ അവർ ലങ്സിന് എനർജി പോകും. അപ്പോൾ എൻ്റെ ലങ്സിൽ കയറി പിടിക്കും. അപ്പോൾ പിടിക്കും കുറച്ച് നേരം എനിക്ക് ഫ്രീ ആയി അവിടെ ഫുള്ളായി എന്നർത്ഥം. ഇങ്ങനെയാണ് ഒരു ഇത് വരുന്നതാണ് ഒരു ടെക്നിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സർക്യൂട്ട് അവിടെ കാത് സർക്യൂട്ട് ഇത് എല്ലാം നേരെ കൈ വയ്ക്കും. ഇങ്ങനെ ഉള്ളം കൈ ഇങ്ങനെ വയ്ക്കും. ഇപ്പോൾ ഞാൻ കൈ ഇങ്ങനെ കയ്യെ കാണിച്ചാൽ നിങ്ങൾക്ക് വന്ന് ഈ സ്മോൾ ഇൻഡസ്ട്രിയിൽ എനർജി പോകുന്നുണ്ടോ എന്ന് നോക്ക്. കണ്ണം മൂടിയിട്ട് ബ്ലോട്ടിങ് പ്രോബ്ലം ഉള്ള സ്ഥലത്ത് എനർജി പോകുന്നുണ്ടോ എന്ന് നോക്ക്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ എനർജി അവിടെ അത് വലിച്ചെടുക്കും. അപ്പോൾ ഈ ബ്ലോട്ടിങ് വരുന്നത് സ്മോൾ ഇൻഡസ്ട്രിയിൽ വരാൻ കാരണം അത് പിത്തത്തിൻ്റെ ഇൻക്രീസ്, അത് ലാർജ് ഇൻഡസ്ട്രിയിൽ പ്രോബ്ലം ആണെങ്കിൽ വാദത്തിൻ്റെ ഇൻക്രീസ്. ഇതാണ് എനിക്കുള്ളത്. അപ്പോൾ ഇതിന് ഈ എനർജി പോയി കോമ്പൻസേറ്റ് ആവും. അപ്പോൾ അത് മാത്രമല്ല അവിടെ ഉള്ള നെർവസ് സിസ്റ്റം ഇൻഡിപെൻഡൻറ്റ് ചാർജാണ്. ഇൻഡിപെൻഡൻറ്റ് ചാർജ്. അതിന് ബ്രെയിനിൽ നിന്ന് ഓർഡർ വന്ന് തന്നെ ചെയ്യണമെന്നുള്ള ഇതില്ല. ബ്രെയിന് ടോട്ടൽ ഫങ്ഷനിങ് ബ്രെയിനാണ് ഇൻചാർജ്. പക്ഷേ ഈ ഗട്ടിലുള്ള നെർവസ് സിസ്റ്റം
അതിന് ഇൻഡിപെൻഡൻ്റായി ഡിസിഷൻ എടുക്കാനുള്ള പവറുണ്ട്. അതുകൊണ്ട് അതിനെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയും. എന്താണ് സെക്കൻഡ് ബ്രെയിൻ? അത് മെയിൻ ബ്രെയിൻ ഈ അതിൻ്റെ അഡീഷണൽ ചാർജ് ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ എസ് പി അഡീഷണൽ എസ് പി. അപ്പോൾ ഈ അഡീഷണൽ എസ് പി എടുത്ത് ചോദിക്കാതെ ചെയ്യാം. അതേമാതിരി ഇൻഡിപെൻഡൻറ്റ് ചാർജ് എന്ന് പറയല്ലേ, ഇപ്പോൾ ശരിക്കും വലിച്ചെടുക്കുന്നു, ഒരുപാട് വലിക്കുന്നതാണ്. ഫീലാവുന്നുണ്ടോ ഞങ്ങൾക്ക്? ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് വലിക്കുകയാണ്. അപ്പോൾ വലിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കണ്ടിടാകുമ്പോൾ ഈ പിടിപെടും. എൻ്റെ കയ്യിലുള്ള ഫ്ലോ അപ്പോൾ തന്നെ സ്റ്റോപ്പാവും. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മതി എന്ന് പറഞ്ഞാൽ പറയാം. അതൊരു ഒരു സ്റ്റേജ് വരുമ്പോൾ മതി എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇന്നൊരു സെക്കൻഡ് ടൈം കൂടെ പിന്നെ കാണിച്ചുള്ള. ഇപ്പോൾ ഒന്ന് എനർജി വന്ന് നിങ്ങൾ ശരിക്ക് വലിക്കുകയാണ്. ആദ്യം ലേസായിരുന്നത് ഇപ്പോൾ ശരിക്ക് വലിക്കുകയാണ്. മനസ്സിലായോ? മതിയെന്ന് ഇവിടെ എനിക്ക് കമ്മിയായി. ആദ്യം വലിച്ചെടുത്ത് വെച്ച് ഇപ്പോൾ ഇവിടെ സ്ലോ 5% ആയി. അപ്പോഴാണ് നിങ്ങൾ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എനർജി ഇപ്പോൾ ഇവിടെ പോകുമ്പോൾ ഇതിൻ്റെ എനർജിയുടെ പേര് കാസ്മിക് എനർജി. അപ്പോൾ ഇത് പോകുമ്പോൾ അവിടെ പോയി ഭയങ്കരമായി വർക്കാവും. ഗട്ടിലുള്ള ബ്രെയിൻ സിസ്റ്റം, അതിന് സെപ്പറേറ്റ് ഇൻ്റലിജൻസ് ഉണ്ട്, അതിന് കമാൻഡ് കൊടുക്കാനുള്ള പവറൊക്കെ ഉണ്ട്. അതാണ് സെക്കൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലാണ് നിങ്ങൾക്ക് ബ്ലോട്ടിങ് ഇതൊക്കെ സ്റ്റാർട്ടാവുന്നത്. ആ എനർജി നെർവസ് സിസ്റ്റം സ്ട്രോങ് ആയാൽ ബ്ലോട്ടിങ് നിൽക്കും. അത് ബ്ലോട്ടിങ് നിൽക്കാതെ വന്നാൽ നെർവ് വീക്ക്നെസ് ഉണ്ടാകും. എന്തോന്ന് അടുത്ത സ്റ്റേജ് ഗ്യാസ് ട്രബിളും നെർവ് വീക്ക്നെസ്, നരമ്പ് തളച്ചയും ഫ്രണ്ട്സ്, ഷുഗറും BP-യും ഫ്രണ്ട്സ് മാതിരി ഗ്യാസ് ട്രബിളും നരമ്പ് തിളച്ച. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത് ഹീൽ ചെയ്ത് നരമ്പ് തിളച്ചും ചേർന്ന് വരും. അങ്ങനെ വന്നാൽ രണ്ടിനും ചേർത്ത് തന്നെ മരുന്ന് കഴിയണം. അതൊന്നും ചേർത്ത് പറഞ്ഞാൽ ഗ്യാസ് ട്രബിൾ അടങ്ങും. ഇല്ല നിങ്ങൾ ഗ്യാസ് ട്രബിൾ മാത്രം മരുന്ന് ആയുർവേദ ഡോക്ടർ തന്നു, കഴിച്ച് നിന്നു, പക്ഷേ നെർവ് വീക്ക്നെസ് നിന്നില്ല. അപ്പോൾ ഇനി വീണ്ടും വരും. അപ്പോൾ ഈ ഗ്യാസ് ട്രബിളിന് കുറച്ച് നാളായി മരുന്ന് നെർവ് വീക്ക്നെസ്സിന് ചേർത്ത് കഴിക്കണം. രണ്ടും ചേർത്ത് 2 ലേഹ്യമാണ് ഇത്. പ്രോട്ടീനാണെങ്കിൽ നീ അശ്വഗന്ധ, ചൂർണം, അശ്വഗന്ധ ഇതൊക്കെ വന്ന് നെർവ് സ്ട്രെങ്തിനുള്ളതാണ്. അതിന് ഇത് രണ്ടും ഗ്യാസ് ട്രബിൾ ആർക്കൊക്കെ ഉണ്ടോ അവർക്ക് നെർവ് പ്രോബ്ലം ഉണ്ട്. ഉണ്ട്. അപ്പോൾ ആ മരുന്ന് കഴിക്കാൻ രണ്ടും ചേർത്ത് കഴിച്ചാൽ അതിവിടെ ആയുർവേദത്തിൽ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് തയ്യാറിക്കാം. ആയുർവേദത്തിൽ കിട്ടും. അശ്വഗന്ധ ചൂർണം. വേറെ ഒന്ന് അശ്വഗന്ധ അശ്വഗന്ധ തന്നെ നെർവ് ഇതിനൊക്കെ ചൂർണം. അത് ഇല്ലെങ്കിൽ നമുക്ക് തയ്യാറിക്കാം. എന്തോന്ന് അത് ഇല്ലെങ്കിൽ അതിനുള്ള ഇത്